ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു JP വ്ളോഗ്സ്. കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വെരി 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 ഹാപ്പി ന്യൂ ഇയർ. അതോടൊപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം എനിക്കറിയാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സമയം എടുക്കാറുണ്ട്, ഒരുപാട് ഗ്യാപ്പ് വരാറുണ്ട്. എന്നിട്ടും ഇതുവരെ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ പോവാതെ ഇപ്പോഴും ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് എൻ്റെ ചാനൽ തുടക്കം തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കറിയാം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് കോവിഡിനൊക്കെ കുറച്ച് മുമ്പായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത്, ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പം ഐ വാസ് ലൈക്ക് വെരി ഡിറ്റർമിൻഡ്. ഭയങ്കര പോസിറ്റീവായിരുന്നു. കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടുന്നത്, അതൊന്നിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് ഭയങ്കര പോസിറ്റീവായി, ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. കോവിഡ് വന്നു. കോവിഡിനോടൊപ്പം കുറേ നാൾ നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പിന്നെ ഡെലിവറി, ഞാൻ വർക്ക് ചെയ്യുന്നതായിരുന്നു, വർക്ക് ക്വിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ വന്നു. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ വന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിപ്പോയി. പലർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരിക്കും, ഒരു ലൈഫിലൊരു പേർപ്പസ് ഇല്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ വരിക, നമ്മൾ ഭയങ്കരമായിട്ട് മെൻ്റലി ലോ ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് എനിക്ക് അത്രയും ഒരു ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. പിന്നെ ചില സമയത്ത് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള സമയമുണ്ട്. അതായത് ഞാൻ എന്തിനാണ് ഇത് തുടങ്ങിയത്. അതേപോലെ തന്നെ ചില സമയത്ത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ്റ് ചെയ്യുന്ന സമയമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകളും ഇമോഷൻസും ഒക്കെ ഇങ്ങനെ മാറി വന്ന് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊന്നും അധികം കാണാതിരുന്നത്. ഇനി അങ്ങോട്ടും വീഡിയോസ് റെഗുലറായിട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും ഞാൻ ആ സ്റ്റേറ്റിൽ നിന്നൊക്കെ മാറി ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ മാറി, എൻ്റെ പ്രയോറിറ്റീസ് മാറി, പേഴ്സ്പെക്റ്റീവ് മാറി, ലൈഫിനോടുള്ള പേഴ്സ്പെക്റ്റീവ് മാറി. അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആളെയല്ല ഞാൻ, ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കോണ്ടന്റിലും മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനി അങ്ങോട്ടും അങ്ങനെ റെഗുലറായിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും വീഡിയോസ് ഉണ്ടാവില്ല. കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ സമയത്തും ഇതിനെ എനിക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. കാരണം ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തൊക്കെയോ ഒരു ക്രിയേറ്റീവ് സൈഡും ഉള്ളിലുണ്ട്. ആ ഒരു ക്രിയേറ്റീവ് സൈഡ് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഈ ജോലിയിലൊക്കെ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒക്കെ ആയിട്ട് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന, കുറച്ച് ആളുകളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ടൈപ്പ് കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും ഈ ചാനലിലൊരു വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ഈ ചാനലിനെ കാണണം അങ്ങോട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ ഒരു ബുക്ക് പരിചയപ്പെടുത്താനാണ്. ദി മിഡ്നൈറ്റ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പുസ്തകമായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന മിക്കവാറും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പുസ്തകമാണ്. നമുക്ക് പൊതുവേ നമ്മളൊരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ ചിന്തകൾ വരാൻ തുടങ്ങും. അതായത് എന്താ പറയുക, കുറേ നിരാശ, നമ്മളെ ലൈഫിൽ എടുക്കാതെ പോയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് ജീവിതത്തിൽ ഭയങ്കര നിരാശ തോന്നും. ഇനി ചിലപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ലോൺലിനെസ് വരും. ഒരു 30-35 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ വരിക. ജീവിതത്തിലൊരു പേർപ്പസ് ഇല്ല എന്നുള്ളൊരു തോന്നൽ അതെനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് നമ്മൾ ആക്ച്വലി നമ്മളെ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെയൊക്കെ പല ചിന്തകൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മോസ്റ്റ്ലി വരുന്നത് ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചിന്തിക്കാനൊന്നും സമയമില്ല. പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന ടെൻഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞൊരു ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലിയിൽ സർവൈവ് ചെയ്യാനുള്ള ശ്രമം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇടയിൽ
നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ജോലിയിലൊക്കെ ഒന്ന് സ്റ്റേബിളായി ഒക്കെയുള്ളൊരു അവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ചിന്തകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലെ നോറ സിഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു 35 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കും ഇങ്ങനത്തെ കുറേ ചിന്തകൾ വരികയാണ്. അതായത് അവരുടെ ലൈഫിലൊരു പേർപ്പസ് ഇല്ല, അവർ ഈ ഒരു ഒന്നും ആയിരുന്നില്ല എത്തേണ്ടിയിരുന്നത്, ലൈഫിൽ എടുത്തിട്ടുള്ള പല ഡിസിഷൻസും തെറ്റിപ്പോയി, ഇതൊന്നും ആയിരുന്നില്ല എന്നൊക്കെയുള്ളൊരു സ്റ്റേറ്റിൽ വരികയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അവർ തീരുമാനിക്കുകയാണ് ആത്മഹത്യ ചെയ്യാമെന്നുള്ളത്. സൂയിസൈഡ് മാത്രമാണ് ഇനി ഉള്ളൊരു ഓപ്ഷൻ എന്നുള്ള നിലക്ക് അവർ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട് അവരെത്തുന്നത് ഒരു ലൈബ്രറിയിലാണ്, അതായത് മിഡ് നൈറ്റ് ലൈബ്രറി. ഈ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു എന്താ പറയുക, അതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ലൈബ്രറിയിൽ എത്തിച്ചേരുമ്പം, ഈ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന പുസ്തകങ്ങളെല്ലാം എന്ന് പറയുന്നത് ഈ നോറ സിഡിൻ്റെ ലൈഫിൻ്റെ പല വേർഷൻസാണ്. അതായത് നമ്മൾ നമ്മുടെ പാസ്റ്റിൽ എടുത്തേക്കാവുന്ന ചോയ്സസ്, ആ ചോയ്സസിനനുസരിച്ചുള്ള ജീവിതമാണ് ഓരോ പുസ്തകത്തിലും. ഫോർ എക്സാമ്പിൾ, ഈ നോറ സിഡ് എന്ന് പറയുന്ന ആള് അവൾ ചെറുപ്പത്തിൽ ഭയങ്കര ഒരു സ്വിമ്മറായിരുന്നു. അത് ഭയങ്കര സ്വിമ്മിങ്ങിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെങ്കിൽ അവൾ അത് പെർസ്യൂ ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ ഈ സ്വിമ്മിങ് അവൾ ഉപേക്ഷിച്ചു. അപ്പോൾ അവൾ ഈ ഒരു കറണ്ട് ലൈഫിൽ അവൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഞാൻ ആ സ്വിമ്മിങ് പെർസ്യൂ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ ആയിരുന്നേനെ, എൻ്റെ ലൈഫ് എങ്ങനെ മാറിയിരുന്നേനെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ലൈബ്രറിയിൽ ഉണ്ടാകുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ ചോയ്സിനനുസരിച്ചുള്ള പുസ്തകങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇവള് ലൈഫിൽ സ്വിമ്മിങ് പെർസ്യൂ ചെയ്തിരുന്നെങ്കിൽ അവൾ എന്താവുമായിരുന്നു ആ ലൈഫിൽ. അപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ ലൈഫിലോട്ടേക്ക് വീഴും. അതായത് പിന്നീട് അങ്ങോട്ട് അവളൊരു സ്വിമ്മർ ആയിട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും, ആ ലൈഫായിരിക്കും ജീവിക്കുക. അതിലെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് അതായത് ഈ പുസ്തകം വായിക്കുമ്പം നമ്മൾ എത്തിപ്പെടുന്ന ലൈഫ്, അത് നമ്മൾ വളരെ ട്രൂലി ഹാപ്പി ആണെങ്കിൽ നമുക്ക് ആ ലൈഫ് തന്നെ തുടരാം. ഇനി പക്ഷെ നമ്മൾ ഏതെങ്കിലും പോയിന്റിൽ വെച്ച് നമുക്ക് തോന്നുകയാണ് നമ്മൾ ഹാപ്പി അല്ല, ഇതൊന്നുമല്ല എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ച് ഈ മിഡ് നൈറ്റ് ലൈബ്രറിയിലോട്ട് തന്നെ വരും. ഇതാണ് സംഭവം. പിന്നെ ഈ ഒരു ലൈബ്രറിയിൽ എത്തുമ്പോൾ തന്നെ അവൾ കാണുന്നത് മിസ്സിസ് എൽം എന്ന് പറയുന്ന അവളുടെ പണ്ട് സ്കൂളിലെ ലൈബ്രറിയനായിരുന്ന സ്ത്രീയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവരാണ് ഇപ്പം കാണുന്ന ഈ മിഡ് നൈറ്റ് ലൈബ്രറിയുടെ ലൈബ്രറിയൻ. അപ്പോൾ അവരാണ് അവിടുത്തെ കണ്ടീഷൻസും റൂൾസൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾ. അപ്പോൾ ഈ നോറ സിഡിന് അവർ ആദ്യം തന്നെ എത്തിയ ഉടനെ ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് ദി ബുക്ക് ഓഫ് റിഗ്രറ്റ്സ് ആണ്. അതായത് അവളുടെ ലൈഫിൽ അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ റിഗ്രറ്റ്സും ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവളോട് അത് വായിക്കാനാണ് പറയുന്നത്. അപ്പോൾ അവൾ വായിക്കുമ്പം, അതായത് അവളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്നുള്ള എല്ലാ റിഗ്രറ്റ്സിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവളത് ഒരു വലിയ പുസ്തകമാണ് കേട്ടോ അത്, കാരണം അത്രയും റിഗ്രറ്റ്സ് ഉണ്ട് നോറ സിഡിന്. അപ്പോൾ അത് വായിച്ച് അപ്പോൾ ആദ്യം തന്നെ അവൾക്ക് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് അവൾ ജീവിതത്തിൽ എടുക്കാതെ പോയിട്ടുള്ള ഡിസിഷൻസ് എന്നൊക്കെയുള്ളത്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവസരം കിട്ടുകയാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ എന്താവും എന്നറിയാൻ വേണ്ടി അതിനനുസരിച്ചിട്ടുള്ള പുസ്തകം വായിക്കാൻ ആ ലൈഫിലോട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ നോറ സിഡിന് ഭയങ്കര സന്തോഷമായി. നമുക്ക് ഇനി അങ്ങോട്ട് നല്ലൊരു ലൈഫ് കിട്ടുമല്ലോ. അതായത് ഇതുവരെ ജീവിച്ച ലൈഫ് എന്ന് പറയുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, ഭയങ്കരമായിട്ട് അവളെ ഡിപ്രഷനിലോട്ട് നയിച്ച ഒരു ലൈഫാണ് അവളിപ്പം കറൻ്റ്ലി ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ലൈഫിലോട്ടേക്ക് എത്തുമല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ പറയും, എനിക്ക് ഇന്ന തീരുമാനം ഞാൻ ലൈഫിൽ എടുത്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു പുസ്തകം മിസ്സിസ് എൽമ അവൾക്ക് കൊടുക്കും. അവളത് വായിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവൾ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് ഒരു ലൈഫിലും അവൾ ഹാപ്പി ആവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്വിമ്മറായിട്ടുള്ളത്. അപ്പോൾ അവൾ ആ ഒരു ലൈഫ് എക്സ്പ്ലോർ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ആ പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം വായിക്കുന്നതോടുകൂടി അവൾ ആ ലൈഫിലോട്ട് വരുന്നു. അപ്പോൾ ആ ലൈഫിൽ അവൾ കാണുന്നത് അവൾ ഒരു ഒളിമ്പിക് മെഡലിസ്റ്റാണ്. അതായത് ഏറ്റവും പ്രശസ്തിയും നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആണെന്നൊക്കെ പറയുന്ന ഒരു നിലക്കാണ് ആ ഒരു ലൈഫിൽ അവളുള്ളത്. അത്രയും ഫെയിമും അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ. പക്ഷെ അപ്പോഴും ആ ലൈഫ് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ മനസ്സിലാക്കുവാണ് ആ ലൈഫിലും അവൾ ട്രൂലി ഹാപ്പി അല്ല.
ഇത്രയും പേരും പ്രശസ്തിയും ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഹാപ്പിനെസ് തരുന്നില്ല എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൾ പല ലൈഫും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പലതിലും പല ജീവിതത്തിലൂടെയും പോകുമ്പോൾ അവൾ മനസ്സിലാക്കുകയാണ് ഓരോരോ ഓരോരോ ലൈഫിലും അതിൻ്റേതായിട്ടുള്ള കുറേ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞ ഈ സ്വിമ്മർ എന്ന് പറയുന്ന ലൈഫിൽ ഒളിമ്പിക് മെഡലിസ്റ്റാണ്, അത്രയും ഫെയിം ഉണ്ട്, അത്രയും പൈസയുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് ലൈഫിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ആ ലൈഫിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കറണ്ട് ലൈഫിൽ ഇല്ലാത്ത പല സങ്കടങ്ങളും ആ ലൈഫിലുണ്ട് എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുകയാണ്. അതായത് അവൾ പോകുന്ന ഒരു ലൈഫിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ കറണ്ട് ലൈഫിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ അവൾ പാസ്റ്റിൽ എടുത്തേക്കാവുന്ന മറ്റൊരു ചോയ്സ് ഇപ്പോൾ എടുത്ത് ആ ഒരു ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ അവൾ മനസ്സിലാക്കുകയാണ് ആ ലൈഫിൽ ഈ പറയുന്ന ആളില്ല, ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള സത്യം. അത് അവൾക്ക് ഭയങ്കര ഷോക്കായിട്ട് അവൾ അപ്പം തന്നെ ഈ ലൈഫ് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് മിഡ്നൈറ്റ് ലൈബ്രറിയിലോട്ട് വരികയാണ്. അങ്ങനെയുള്ള പല 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 ഓപ്ഷൻസ് എടുക്കുകയാണ്. അതായത് നമ്പർ ഓഫ് ഓപ്ഷൻസ് അവൾ ട്രൈ ചെയ്യുകയാണ്. പക്ഷെ ഒന്നിലും അവൾ ഹാപ്പി ആവുന്നില്ല. അതിൽ ഒരു ലൈഫ് എനിക്ക് സംസാരിക്കണം തോന്നിയിട്ടുള്ള ഒരു ലൈഫുണ്ട്. അതായത് കറണ്ട് ലൈഫിൽ അവൾക്കുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത് അവളൊരു പൂച്ചനെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ച ഇവള് ആ പൂച്ചനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൂച്ച വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് എന്തോ ഒരു വണ്ടി എങ്ങാനും തട്ടി ആക്സിഡൻ്റ് ആയിട്ടാണ് ആ പൂച്ച മരിക്കുന്നത് ഇവളുടെ കറണ്ട് ലൈഫിൽ. അപ്പോൾ ആ ഒരു മരണത്തോടു കൂടി ഇവള് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതായത് ഒരു പൂച്ചേനെ നോക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ല, നല്ലൊരു ഉടമസ്ഥയായിരുന്നില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് ഉണ്ട് ലൈഫിൽ. കുറച്ചും കൂടി നന്നായി ആ പൂച്ചനെ നോക്കേണ്ടതായിരുന്നു, അങ്ങനെയാണെങ്കിൽ ആ പൂച്ച ഇപ്പോഴും ജീവിച്ചിരുന്നേനെ, ഇവളുടെ അശ്രദ്ധ കാരണമാണ് ആ പൂച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്നൊക്കെയുള്ള ചിന്തകൾ ഭയങ്കരമായിട്ട് ഇവളെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ ആ ഒരു ലൈഫ് ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് ആ പൂച്ച ആ ഒരു ആക്സിഡന്റ് അന്നേരം സംഭവിച്ചിരുന്നില്ല, ഇവള് വീടൊക്കെ പൂട്ടിയിട്ടുണ്ട്, പൂച്ചക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെയായിരുന്നേനെ ആ ലൈഫ് എന്ന് അറിയാൻ വേണ്ടി അവൾ ആ ലൈഫിലോട്ട് പോയി നോക്കുന്നുണ്ട്. അവൾ ആ ലൈഫിൽ എത്തുമ്പോൾ തന്നെ, അതായത് മിഡ്നൈറ്റ് ലൈബ്രറിയാണ്, അപ്പം മിഡ്നൈറ്റിലാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അവൾ ഉറങ്ങുന്നതാണ്. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഉണർന്ന് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിൽ ഒരു റൂമിൽ, കിച്ചണിലോ എവിടെ ഈ പൂച്ച മരിച്ചു കിടക്കുന്നതാണ്. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു. അപ്പം തന്നെ ഭയങ്കരമായി കരഞ്ഞ് തിരിച്ച് വീണ്ടും മിഡ്നൈറ്റ് ലൈബ്രറിയിലോട്ട് തന്നെ എത്തണം. അതായത് കരഞ്ഞ് ആ ഒരു ലൈഫിൽ ഹാപ്പി അല്ല, ഭയങ്കര വിഷമമുള്ളൊരു സംഭവമാണല്ലോ. അപ്പം അപ്പം തന്നെ ആ ഒരു ലൈഫ് വേണ്ട, ഇവിടെ ജീവിക്കേണ്ട എന്നുള്ള തോന്നൽ വരികയും തിരിച്ച് അവൾ മിഡ്നൈറ്റ് ലൈബ്രറിയിലോട്ട് തന്നെ എത്തുന്നു. അപ്പോൾ ലൈബ്രറിയിൽ എത്തിയിട്ട് അവൾ മിസ്സസ് എൽവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ അതായത് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കാതെയോ ആ പൂച്ച എങ്ങനെയാണ് മരണപ്പെട്ടത്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ആ ഒരു ലൈഫിലോട്ട് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പം ഈ ലൈബ്രറിയൻ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം, അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവില്ല എന്നുള്ള കാര്യം. എന്നിട്ട് അവർ പറയുന്നത് ഈ പൂച്ചയ്ക്ക് ഓൾറെഡി ഒരു ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു, അത് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ആക്സിഡന്റ് അന്നേരം നടന്നില്ലായിരുന്നെങ്കിലും ഈ പൂച്ച മരണപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു, ഈ ഒരു അസുഖമുള്ളത് കൊണ്ട്. ആൻഡ് ഈ പൂച്ചേൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ പൂച്ച നോറയുടെ കൂടെ ആയിട്ട് ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വർഷത്തിലാണ് ഈ പൂച്ച ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്. കാരണം ആ പൂച്ചയ്ക്ക് ഈ നോറേനെ അത്ര ഇഷ്ടമായിരുന്നു എന്നൊക്കെയുള്ള സത്യം അവൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതറിയുന്നതോടുകൂടി അവളുടെ ആ ഒരു റിഗ്രറ്റ് അവളുടെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോവാണ്. അതായത് ആ പുസ്തകത്തിൽ നിന്നും ആ ഒരു റിഗ്രറ്റ് അവിടുന്ന് മാഞ്ഞു പോവാണ്. അങ്ങനെ ഈ നോറ സിഡ് ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഹോൾ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഓരോ ലൈഫിലും പോയി അവൾ തിരിച്ച് മിഡ്നൈറ്റ് ലൈബ്രറിയിലോട്ട് തന്നെ വരികയാണ്. കാരണം ഒരു ലൈഫിലും അവൾ ഹാപ്പി ആവുന്നില്ല. എല്ലാ ലൈഫിലും പോയി അവൾ മനസ്സിലാക്കുന്നു ഓരോ ലൈഫിലും ആ ലൈഫിൻ്റെതായിട്ടുള്ള കുറേ ഹാപ്പിനെസ് ഉണ്ട്, പക്ഷേ അതിൻ്റെതായിട്ടുള്ള കുറേ വിഷമങ്ങളും ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ അവസാനം അവൾ തീരുമാനിക്കുന്നത് അവൾക്ക് തിരിച്ച് അവളുടെ പഴയ ലൈഫിലോട്ട് തന്നെ വരണം എന്നുള്ളതാണ്. അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവൾ തിരിച്ച് അവളുടെ കറണ്ട് ലൈഫിലോട്ട് വരുന്നതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. തിരിച്ച് ഇപ്പോഴുള്ള ജീവിതത്തിലോട്ട് വരുമ്പോഴും ആ ജീവിതത്തിന് ആക്ച്വലി മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഇപ്പോഴും അവളുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ലൈഫിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതുപോലെ തന്നെയുണ്ട്. ലോൺലിനെസ് ആണെങ്കിലും അവളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും
പ്രശ്നങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവള് തിരിച്ച് ഈ ഒരു ജീവിതത്തിലോട്ട് വരുന്നത് ഇതുവരെയുള്ള, അതായത് അവളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ ആലോചിച്ച് അതിനെക്കുറിച്ചുള്ള ഗ്രാറ്റിറ്റ്യൂഡും, പിന്നെ ആക്ച്വൽ ലൈഫിലെ ആക്ച്വൽ പേർപ്പസ് എന്താണ് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിലാണ് ജീവിതത്തിലോട്ട് വരുന്നത്. അതായത് അവളുടെ ബുക്ക് ഓഫ് റിഗ്രറ്റ്സിൽ ഉണ്ടായിരുന്നിട്ടുള്ള എല്ലാ റിഗ്രറ്റ്സും മായ്ച്ചു കളഞ്ഞ് ജീവിതത്തിൽ നിരാശകളില്ലാതെ കറണ്ട് ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇനി ഉള്ള സ്ട്രഗിൾസിനൊക്കെ മറികടക്കാനുള്ള ശക്തി, എനർജി, സ്ട്രെങ്ത് നേടിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഇതിൽ കുറെ സ്പോയിലർ ഉണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പുസ്തകത്തിൽ വായിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്, സ്പോയിലർ ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു പുസ്തകം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ കാണാതെ നമ്മൾ എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതായത് നമ്മളെപ്പോഴും പാസ്റ്റിൽ നമുക്ക് പല 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 റിഗ്രറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ ഇന്ന കോഴ്സൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടത്, ഞാൻ ഇന്നതായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജോലി ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ പാഷൻ മറ്റെന്തോ ആയിരുന്നു, ഞാൻ ഈ ഒരു ജോലിയിൽ വന്നതുകൊണ്ടാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ കല്യാണം കഴിക്കാമായിരുന്നു എന്നാൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കല്യാണമേ കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കുട്ടികൾ കുറച്ചും കൂടി നേരത്തെ ആവാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൈഫ് എൻജോയ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളെ വേണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഓരോ ആളുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ എന്താ പറയുക, ബുക്ക് ഓഫ് റിഗ്രറ്റ് നമുക്ക് എഴുതാം. നമുക്കൊരു പുസ്തകം എഴുതാൻ മാത്രമുള്ള റിഗ്രറ്റ്സ് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പം വിചാരിക്കുന്നത് നമ്മൾ ഇന്ന ചോയ്സ് എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആവുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആരും തന്നെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അതായത് നമ്മുടെ ലൈഫിലുള്ള നമ്മൾ എടുക്കാതിരുന്ന ചോയ്സസ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ലൈഫ് എങ്ങനെയാകുമായിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഇമാജിനേഷൻ മാത്രമാണ്. പക്ഷെ അത് നമ്മുടെ ഇമാജിനേഷൻ ഒരിക്കലും സത്യമല്ല. അത് നമ്മൾ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളെക്കാൾ കൂടുതൽ, ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടായ വിഷമങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ആ ലൈഫിൽ നമുക്ക് ഉണ്ടാവുമായിരുന്നു. ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കറണ്ട് ലൈഫാണ്. അപ്പൊ നമ്മുടെ കറണ്ട് ലൈഫിൽ നമ്മൾ എന്താ പറയാ, കോൺഷ്യസ് ആയി നോക്കി ആ ലൈഫിൽ എന്തൊക്കെയാണ് സന്തോഷങ്ങൾ ഉള്ളതെന്ന് കണ്ടെത്തുക. അതുപോലെ നമുക്ക് ഇപ്പോൾ ഉള്ള വിഷമങ്ങൾ മറികടക്കാൻ വേണ്ടി ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, അതായത് നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളൊരു മെസ്സേജാണ് ഈ ഒരു പുസ്തകം നമുക്ക് തരുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു പുസ്തകമാണ്. ഇതൊരു ഭയങ്കര വായന അനുഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് വായിച്ച്. എല്ലാ വേർഡ്സിൻ്റെ ഒന്നും മീനിങ് ഒന്നും അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ വായിക്കുന്നതിനിടയിൽ ഓരോന്നിൻ്റെ മീനിങ് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയയിലാണ് അത് വായിച്ചു പോയിട്ടുള്ളത്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മളെ എന്താ പറയുക, ഇനി അങ്ങോട്ട് നമ്മളെ ലൈഫിൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. കുറേയൊക്കെ നമ്മുടെ ചിന്തകളുടെ കുഴപ്പമാണ്. നമ്മളിങ്ങനെ ഒരുപാട് പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, ഇനി അങ്ങോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ദി മിഡ് നൈറ്റ് ലൈബ്രറി. അപ്പോൾ വായിക്കാത്തവർ വായിച്ചു നോക്കുക. ഇനി വായിച്ചില്ലെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആൻഡ് ഹാപ്പി ആവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.